എന്താ ചന്ദ്ര, ഇന്ന് ഉറക്കമില്ലേ? ഉറക്കം വരുന്നില്ല. മനസ്സിന് എന്തോ ഒരു അസ്വസ്ഥത. ആനയുടെ കത്തൊന്നും കാണാഞ്ഞിട്ടാ. 2 വരി കുറിച്ചിട്ടിട്ട് 1 മാസമായി. നമുക്ക് നാളെ ഒന്ന് പോകാം. ഞാൻ വരുന്നില്ല. ഞാൻ വരുന്ന അയാൾക്ക് ഇഷ്ടമല്ല. പിന്നെ ആനി പോലും എന്നെ അവഗണിക്കുന്നു എന്നൊരു തോന്നൽ. എന്താ ഇത്? കുറച്ചു നാൾ അകന്നു നിന്നപ്പോ വെറുതെ തോന്നുന്നതാ. തോന്നലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഞാൻ. അമ്മേ, ഒരു സ്ത്രീക്ക് ഭർത്താവിനോടോ കുഞ്ഞിനോടോ ആരോടായിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നുക? അത് രണ്ടാളോടും. അതൊരു കുഴയ്ക്കുന്ന ചോദ്യമാണല്ലേ. ഇത് എന്തിനുള്ളതാ? ആഹാ, എന്തിനാണെന്ന് അറിയാഞ്ഞിട്ടാണോ കുട്ടിയുടെ പാല് മുഴുവനും കുടിച്ചത്? ഇവനുള്ളതാ? ഇവൻ പാല കുടിച്ചു തുടങ്ങിയോ? അത് എത്ര ദിവസമായി? അത് ശരി, ഞാൻ അറിഞ്ഞില്ല. ആനി എവിടെ? കുളി കഴിഞ്ഞ് ഡ്രസ് മാറ്റി. ഒന്ന് തരുമോ? നോ നോ നോ, ഇത് കുട്ടിയുടെ അച്ഛൻ കുടിച്ചതാ. കുട്ടിക്ക് വേറെ. ഇത് കണ്ടോ, അവൻ പാല് കുടിക്കുന്ന. ആശ്വാസമായി. ആനിയെയും ചന്ദ്രദാസിനെയും ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇനി നിങ്ങളെ വിഷമിപ്പിക്കില്ല. എന്റെ മോൻ പാലൊക്കെ കുടിച്ചു തുടങ്ങി. 2-3 മാസം ആവശ്യത്തിന് ബ്രസ്റ്റ് ഫീഡിങ് കിട്ടി. നന്ദിയുണ്ട് ആനി. ചന്ദ്രദാസിനെ വിവരം അറിയിച്ചോളൂ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ അവിടെ കൊണ്ടു ചെന്നാക്കാം. ചന്ദ്രദാസിന് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. എന്താ? മാഗി, ആനിക്ക് വേണ്ടി നമ്മൾ വാങ്ങിച്ച ഒരു സാധനവും ഇവിടെ വെച്ചേക്കണ്ട. എല്ലാം പാക്ക് ചെയ്ത് കൊടുത്തയച്ചേക്കും. പിന്നെ കാശിന്റെ കണക്ക് പറയുന്ന ഒരു ശുംഭൻ എന്ന് പറഞ്ഞാലും വേണ്ടില്ല. എത്ര ഞാൻ തരണം? 1 ലക്ഷം? 2 ലക്ഷം? അല്ലെങ്കിൽ ഞാനൊരു ബ്ലാങ്ക് ചെക്ക് എഴുതി ഒപ്പിട്ട് തന്നേക്കാം. ആനി ഇഷ്ടമുള്ളത് എഴുതിയെടുത്തോളൂ. എന്താ? എനിക്ക് വേണ്ട. അങ്ങനെ പറയരുത്, അത് സ്വീകരിക്കണം. എന്റെ മോനെ 10 മാസം ചുവന്ന് പ്രസവിച്ച് മുലപ്പാല് കൊടുത്ത് വളർത്തി ഇത്രയാക്കി എന്റെ കയ്യിൽ തരുമ്പോൾ ഞാനൊന്നും തന്നില്ലെന്ന് പറഞ്ഞാൽ അത് നന്ദി കേടാവും. അല്ലേ മോനെ? വന്നേ, ആന്റി ഒരുങ്ങിക്കോട്ടെ. അരുത്, എന്റെ മോനെ തുടരുത്. ഇവന് ഞാൻ ആർക്കും വിട്ടുതരില്ല. എന്താ പറഞ്ഞ? തരില്ലെന്നോ? ഇതാ ഇപ്പൊ നല്ല തമാശ. ആനിയെ കുഞ്ഞിനെങ്കിൽ തരൂ, എന്നിട്ട് പുറപ്പെടാൻ തയ്യാറായിക്കോളൂ. ഞാൻ തരില്ല. എന്റെ മോനായത്. ഞാൻ നൊന്ത് പെറ്റ എന്റെ പൊന്നുമോൻ. അത് ശരി, അപ്പൊ ഞാനാരാ? നിങ്ങൾക്ക് ഈ കരാറിനെ കുറിച്ച് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ ഗർഭപാത്രം 10 മാസത്തേക്ക് വാടകയ്ക്ക് എടുത്തു എന്നതൊഴിച്ചാൽ നിങ്ങൾക്ക് ഞാനും എന്റെ കുഞ്ഞുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ ചെയ്ത ജോലിക്ക് ഞാൻ പ്രതിഫലം തന്നു കഴിഞ്ഞു. അതിന് രേഖകളുണ്ട്, അതിന് സാക്ഷികളുണ്ട്. ഈ ലോകം മുഴുവൻ എനിക്കെതിരെ സാക്ഷി പറഞ്ഞാലും ഞാൻ ഇവനെ ഒരാൾക്കും വിട്ടുതരില്ല. ഇല്ല, എന്റെ മോനെ ഞാൻ ആർക്കും വിട്ടുതരില്ല. നിങ്ങൾ എന്താ കാണിക്കുന്നത്? വാതിൽ തുറക്കാൻ ഉണ്ടാക്കരുത് സാർ. അത് ശരി, നിങ്ങളും ആ സ്ത്രീയുടെ ഭാഗത്താ? ഞാനിത് പ്രതീക്ഷിച്ചില്ല. വാതിൽ തുറക്കാൻ പറ. എന്ത് തോന്നിയാ അവര് കാണിക്കുന്നത്? പ്ലീസ് സാർ. ഇങ്ങനെ ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഇതിത്ര പെട്ടെന്ന് പറയണ്ടായിരുന്നു. ചന്ദ്രദാസനോട് മറ്റും പറഞ്ഞു. എനിക്ക് അതിന്റെ ആവശ്യം എന്താ? നിങ്ങൾ ഈ കരാറ് കണ്ടോ? എന്തൊക്കെയായാലും അവരൊരു അമ്മയാണ്. പെട്ടെന്ന് പൊട്ടിച്ചു മാറ്റാൻ പറ്റുന്നതല്ല ആ ബന്ധം. ഞാൻ സൗകര്യത്തിനൊന്നും സംസാരിച്ചു നോക്കിയാ പോരാ. എന്റെ മകനെ എനിക്ക് കിട്ടണം. എന്റെ മകനെ എനിക്ക് കിട്ടണം.
ഇവള് നമ്മളെ ചതിക്കോ? ചതിച്ചാൽ രാജീവിന്റെ തനി സ്വഭാവം അറിയുമെന്ന് അവളോട് പറഞ്ഞേക്ക്. വഞ്ചന കാണിച്ചാൽ കൊന്നുകളയും ഞാൻ അവളെ. വീണ്ടും തുടങ്ങിയോ? തുടങ്ങാതെ മറ്റുള്ളവർ സമ്മതിക്കില്ല. രാജീവ് എന്നും കള്ളുകൂടിയനും വട്ടനും ആവണം. അതാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. അത് നടക്കട്ടെ. എന്താ ഉണ്ടായത്? എന്റെ മകനെ അവൾ തരില്ലെന്ന്. ആര്? ആനി. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ഇവിടെ നീതി ന്യായമൊന്നുമില്ലേ? അവളത് തമാശ പറഞ്ഞതാവും. തമാശ? ഇതാ തമാശ? അവൾ അകത്ത് കയറി വാതിലടച്ചിരിക്കുക, ഒരാളെ അകത്ത് കയറ്റുന്നില്ല. ഏതായാലും നാളെ നേരം വിളിക്കട്ടെ, ഞാൻ അവളോട് ചോദിച്ചു നോക്കാം. ആരും ചോദിക്കണ്ട. എനിക്കറിയാം എന്റെ കുട്ടിയെ സ്വന്തമാക്കാൻ. രാജീവിനെ അവക്കറിയാൻ പാടില്ല. സാർ, എസ്റ്റേറ്റ് ബംഗ്ലാവിൽ നിന്ന് വാച്ചർ വന്നിട്ടുണ്ട്. എന്താ കാര്യം? കൊച്ചമ്മയെ കാണാനില്ല സാർ. ഏത് കൊച്ചമ്മ? ആനി കൊച്ചമ്മ. പിന്നിലത്തെ വാതിൽ തുറന്നു കിടപ്പുണ്ട്. ഞങ്ങളെ പരിസരം മുഴുവൻ തെരഞ്ഞു, കണ്ടില്ല. എന്റെ മോനോ? മോനെ കൊണ്ടാ പോയത്. ചതിയാ ഇത്? ചതിയാ? അവൾ എന്റെ കുഞ്ഞിനെ കൊണ്ട് രക്ഷപ്പെട്ടു. അതെ സാർ. തന്നെ പിന്നെ എന്തിനാണോ വാച്ചറായിട്ട് നിർത്തിയിരിക്കുന്നത്? എന്താ ഇനി ഇത്? എന്റെ മോനെ ഞാൻ കൊടുക്കില്ല. ഇവനെ ഉപേക്ഷിക്കാൻ എനിക്ക് വയ്യ. കർത്താവേ, എന്താ ഇതൊക്കെ? പിന്നെ ഈ കുഞ്ഞിനെ ആര് വളർത്തും? ഞാൻ വളർത്തും. എന്റെ മോനെ ഞാൻ വളർത്തും. ദാസ്, എന്തെങ്കിലും ഒന്ന് പറയൂ. ഞാൻ എന്ത് ചെയ്യണം? ആനി പറയൂ. എന്നെ ധർമ്മസങ്കടത്തിലാക്കരുത്. ദാസിന് എന്നെ മനസ്സിലാവും, മറ്റാരെക്കാളും. ആനി അകത്തേക്ക് പോകൂ, നമുക്ക് സംസാരിക്കാം. ആ സ്ത്രീ കുഞ്ഞിനെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് വന്ന് ഒരു കംപ്ലൈന്റ് എഴുതി തന്നിട്ടുണ്ട്. എന്തിന്? അവരുടെയും കുഞ്ഞിന്റെയും ജീവൻ അപകടത്തിലാണെന്നും അതിന് പ്രൊട്ടക്ഷൻ വേണമെന്നും. അങ്ങനെയൊന്നുമില്ല സാർ, നിങ്ങൾ പൊയ്ക്കൊള്ളൂ. അതല്ല, രാജീവ് മേനോനെ എനിക്കറിയാം. ഞങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ കംപ്ലൈന്റ് തന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് പ്രശ്നമാവും. എന്റെ മോനെ കൊണ്ട് ഇറങ്ങി പാടി, ഇല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ ചുട്ട് ചാമ്പലാക്കും. മിസ്റ്റർ രാജീവ് മേനോൻ, നിങ്ങളോടൊന്ന് ബഹളം ഉണ്ടാക്കരുത്. അത് ശരി, പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടല്ലേ? എന്റെ മോനെ കൊണ്ട് അവൾ കടന്നു കളഞ്ഞത്. അവർക്ക് നിങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ശരിയാണോ? നിങ്ങൾ പോരാടാ പറഞ്ഞ ഇവിടെ കിടന്ന് ബഹളം വെക്കരുതെന്ന്. പോലീസ് എനിക്ക് പുല്ലാണോ? നിങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. മോനെ എനിക്ക് വേണം. കോൺസ്റ്റബിൾ, മാറാ. മാറാനാ പറഞ്ഞത്. എടോ, മാറ്. എനിക്ക് എന്റെ മോനെ വേണം. മാറി നിൽക്കാൻ. എനിക്ക് എന്റെ മോനെ വേണം. മാറാൻ. എനിക്ക് എന്റെ മോനെ വേണം. വിട്. രാജീവ് മേനോൻ, ആരും എന്നെ സഹായിക്കണ്ട. ഒന്നിൽ ഞാൻ എന്റെ മോനെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞാനും കിടന്ന് ചാകും. രാജീവ്, നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. താനൊന്നും പറയണ്ട. നിങ്ങളൊക്കെ കൂടെ എന്നെ ചതിച്ച് മാറാം. വിടാൻ. എടാ പട്ടി, എന്റെ പണം കൊണ്ടാടാ നിന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. ദാസ്, എടീ, എന്നെ ചതിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ നിനക്ക് അവൻ ജനിക്കുന്നതിന് മുമ്പ് നശിപ്പിച്ചു കളയാൻ പാടില്ലായിരുന്നോടി. ഞാൻ അവനെ കണ്ടു വല്ലാതെ മോഹിച്ചു പോയി. എനിക്ക് വണ്ടി എന്റെ കയറോ? കുഞ്ഞിനെ വേണം. ഞാൻ അവനെ കണ്ടു മോഹിച്ചു പോയി. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. ഞാൻ വല്ലാതെ മോഹിച്ചു പോയി. ഞാൻ അവനെ കണ്ടു മോഹിച്ചു പോയി. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം.